ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ സഹനാവവതു എന്നുള്ളത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. പ്രസിദ്ധമായ ശാന്തി മന്ത്രമാണ് ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സഹ നൗ അവതു. ഓം എന്നുള്ളത് ശബ്ദബ്രഹ്മം, പ്രണവം, താരകം എന്നൊക്കെ പറയുന്നതാണ് ഓം. സഹ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. ആരാ ഒരുമിച്ച്? എല്ലാം, വിശ്വത്തിലെ എല്ലാം തന്നെ, എല്ലാം സഹ ഒരുമിച്ച്. നൗ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേർ. ആരാ രണ്ടുപേര്? ഗുരുവും ശിഷ്യനും എന്നൊരു വർത്തമാനമുണ്ട്. അതിനപ്പുറത്ത് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റാത്തതായിട്ട്, നമ്മളോട് ചേർക്കാൻ പറ്റാത്തതായിട്ട് ആരും തന്നെ നമുക്കുണ്ടാവരുത്. എല്ലാം എൻ്റെ പ്രതിരൂപമാണ്. അതാണ് സഹ എന്നുള്ളതിൻ്റെ നൗ എന്നതിന്. രണ്ടുപേരെന്നേ ഉള്ളൂ. ഏത് രണ്ടുപേരെന്നില്ല, ഏതും. സഹ നൗ അവതു. രക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ, സംരക്ഷിക്കട്ടെ. നമ്മളെ രണ്ടുപേരെയും സംരക്ഷിക്കട്ടെ, രണ്ടുപേരെയും പരിപാലിക്കട്ടെ. സഹനാവതു സഹ നൗ ഭുനക്തു. അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കട്ടെ. ഈ പ്രപഞ്ചത്തിൽ, ഈ വിശ്വത്തിൽ എന്തൊക്കെയുണ്ടോ ആ അനുഭവം ഞാൻ ഒറ്റയ്ക്കല്ല, മറ്റൊരാളും കൂടെ ഉണ്ട്. അവനും കൂടെ എന്തെങ്കിലും കിട്ടിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. വീര്യത്തോടുകൂടി നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളാൻ, വർത്തിക്കാൻ സാധിക്കണം. ഉണർവോടുകൂടി, ഉന്മേഷത്തോടുകൂടി. അങ്ങനെ ഒടിഞ്ഞുകുത്തി ഏതു നേരം കോട്ടുവായിട്ടിട്ടല്ല. സഹ വീര്യം കരവാവഹൈ. തേജസ്വി നാവധീതമസ്തു. നൗ അധീതം തേജസ്വി അസ്തു. നമ്മൾ അധ്യയനം ചെയ്യുന്നതൊക്കെ, എന്തൊക്കെ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടോ അതെല്ലാം തേജസ്സുറ്റതായി തീരട്ടെ. നൗ അധീതം തേജസ്വി അസ്തു. മാ വിദ്വിഷാവഹൈ. വിദ്വേഷം ആരോടും വേണ്ട, ഒന്നിനോടും വേണ്ട. ഓം ശാന്തി ശാന്തി ശാന്തി. 3 ദുഃഖങ്ങളാണ് നമുക്ക്. ത്രിവിധ ദുഃഖം, താപത്രയം എന്ന് പറയും. എന്തൊക്കെയാണ്? ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത്, ചുറ്റുപാടിൽ നിന്നുണ്ടാവുന്നത്, പ്രകൃതി ശക്തിയിൽ നിന്നുണ്ടാവുന്നത്. ഉരുൾപൊട്ടൽ, സുനാമി, അങ്ങനെയുള്ളത് ഉണ്ടാവും. അത് ദുഃഖം ഉണ്ടാകും. ചുറ്റുപാട് കള്ളന്മാർ, കൊള്ളക്കാർ, പിന്നെയോ നമ്മളിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങൾ ഇത്യാദികളൊക്കെ. ഇതിനെയൊക്കെ അതിജീവിക്കാൻ പോകുന്ന കരുത്ത് എനിക്ക് ഉണ്ടാവട്ടെ. ഇതാണ് ഇതിൻ്റെ സാമാന്യ അർത്ഥം. ശാന്തി ശാന്തി ശാന്തി.